നിജുമുദ്ദീൻ എന്താ കീസി കൊള്ളണില്ലേ? എന്തത് കുത്തി നിറക്കന്നല്ലേ, ചിറിച്ചല്ലേ ജി? അല്ലാ, കഴിക്കലൊക്കെ മുട്ടായാണല്ലോ. ജൊന്നും പറയണ്ട ഇനി കൊടുക്കുക. സേഫ് മുട്ടണുണ്ട് ഞങ്ങള്. സേഫിന് ദഫ് മുട്ട് കണ്ടപ്പോ ആവേശമായിട്ടോ അങ്ങനെ മുട്ടിയതാണ് നമ്മളെ സേഫ്. കണ്ട് ഞങ്ങള് മാഷാല്ലാ നോട്ടുമാലൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീലാദ് റാലിയിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ കൂടെ നടന്ന മഹല്ല് ഖത്തീബ് നൗഷാദ് ബാക്കി ഉസ്താദ് ക്ഷീണിതരാണ്. നമ്മളെ നാട്ടിലെ ജാനകി ചേച്ചിയും ഓസ്കാർ ക്ലബിന്റെ ഷാജിയേട്ടനും പൂതംകുറ്റിയിലുള്ള കണ്ണനൊക്കെ നമുക്ക് സ്വീകരണങ്ങൾ നൽകാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കായിരുന്നു. അപ്പോളേ ഞങ്ങളെ മദ്രസയിലെ ഫാറൂഖാബാദ് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ നബിദിനാഘോഷ റാലിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടോളി. പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പൊ ഈ കാണുന്നത് തലേന്ന് രാത്രിക്കത്തെ കാഴ്ച കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് സുലൈമാക്കയാണ്. അപ്പൊ എല്ലാവരും ഇവിടെ സജീവമായിട്ടുണ്ട്. മാനു തക്കണ്, ഷാഫിക്ക തക്കണ്, അതുപോലെ തന്നെ ബിച്ചാന്, ഇങ്ങനെ നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ സജീവമായിട്ട്. രാവിലെ 7 മണിക്കായിരുന്നു പതാക ഉയർത്തല്. മദ്രസ വിദ്യാർത്ഥികളും എല്ലാ കുട്ടികളും ഇതാ നമ്മളെ പതാക ഉയർത്തുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പതാക ഉയർത്തുന്നത് മദ്രസ പ്രസിഡന്റ് ഷാഫിക്ക കേട്ടോ. അതാ പതാക ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതേ നമ്മളെ പള്ളിക്കൽ ഉസ്താദ് നൗഷാദ് ബാക്കി ഉസ്താദ് കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടി നമ്മുടെ മീലാദ് റാലിക്ക് തുടക്കം കുറിക്കാൻ എല്ലാ പ്രാവശ്യവും നമുക്ക് വണ്ടി നമ്മുടെ ശുക്രന്റെ വണ്ടിയാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യവും ശുക്രന്റെ വണ്ടിനെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. റാലി തുടങ്ങുന്നതിന് മുന്നേ മദർസിന്റെ അവിടുന്ന് ഒരു ദഫ് കളി ഉണ്ട്. ആ കളി അതിന്റെ റാലി തുടങ്ങുള്ളൂ. അപ്പൊ കുട്ടികളൊക്കെ അത് മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ദഫൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പാട്ട് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ടാട്ടോ ഇതിൽ നമ്മൾ പാട്ട് ഉൾപ്പെടുത്താത്തത്. അടിപൊളി ദഫ്. അങ്ങനെ നമ്മളെ റാലി ഇതൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. ഓരോ വീട്ടില് ദഫ് കളിക്കുന്നുണ്ട്, സ്കൗട്ട് കളിക്കുന്നുണ്ട്, ഫ്ലവർ ഷോ ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മളെ ജാനകി ചേച്ചിന്റെ സ്വീകരണങ്ങൾക്ക് ഏറ്റുവാങ്ങി